ചെന്നൈയിലെ അണ്ണാ അറിവാലയത്തിന്റെ ഇടനാഴികളിൽ ഇപ്പോൾ മുഴങ്ങുന്നത് പൊട്ടിത്തെറിയുടെ ശബ്ദമാണ്. അതായത് 20 വർഷം നീണ്ട ബന്ധം. പക്ഷെ ഇന്ന് സീറ്റിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന ഒരു ദേശീയ പാർട്ടി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഉറച്ച നിലപാടുകൾക്ക് മുന്നിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശരിക്കും വിയർക്കുകയാണ്. ഡൽഹിയിൽ നിന്നും KC വേണുഗോപാൽ പറന്നിറങ്ങിയത് വെറും ഒരു ചർച്ചയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് മുങ്ങുന്ന കപ്പലിനെ രക്ഷിക്കാനാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ആ സീറ്റ് പോര് പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന പല വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തമിഴ്നാട് കടക്കുമ്പോൾ മതേതര പുരോഗമന സഖ്യം എന്ന പേരിന് പിന്നിൽ വലിയൊരു തർക്കം പുകയുകയാണ്. വിഷയം മറ്റൊന്നുമല്ല, സീറ്റ് വിഭജനം. കഴിഞ്ഞ തവണ 25 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ 30-ന് മുകളിൽ സീറ്റുകൾ ചോദിക്കുന്നു, കൂടെ ഒരു രാജ്യസഭാ സീറ്റും. എന്നാൽ സ്റ്റാലിന്റെ മറുപടി എന്താണെന്നോ? പഴയതൊന്നും ഇനി നടക്കില്ല, അധികാരം പങ്കിടില്ലെന്ന് സ്റ്റാലിൻ അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. ഇതിനിടയിലാണ് ഹൈക്കമാൻഡിന്റെ ദൂതനായി KC വേണുഗോപാൽ ചെന്നൈയിലേക്ക് എത്തിയത്. കൂടെ ഛത്തീസ്ഗഡ് മുൻ ഉപമുഖ്യമന്ത്രി TS സിംഗ് ദിയോയും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെയാണ് തമാശ. സ്വന്തം സംസ്ഥാനത്തെ നേതാക്കളായ ഗിരീഷ് ചോദങ്കരെയും TNCC പ്രസിഡന്റ് സെൽവ പെരുന്തകയെയും ചർച്ചയിൽ നിന്ന് DMK തന്ത്രപൂർവ്വമായി മാറ്റി നിർത്തി. ഇവിടെയാണ് നമ്മൾ പപ്പുമോൻ എന്ന് രാഷ്ട്രീയ എതിരാളികൾ വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃപാടവത്തെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. ഡൽഹിയിൽ വലിയ ഇന്ത്യ സഖ്യം കെട്ടിപ്പടുക്കാൻ നടക്കുന്നവർ സ്വന്തം കാൽനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കാണുന്നില്ല. സീറ്റ് ചോദിക്കാൻ ചെല്ലുന്ന വേണുഗോപാലിന്റെ കയ്യിൽ ഒരു മുദ്ര വെച്ച കവർ ഉണ്ടായിരുന്നു. എന്താണ് ഈ കവറിൽ? സ്റ്റാലിനെ അനുനയിപ്പിക്കാനുള്ള അപേക്ഷകളാണോ അതോ പപ്പുവിന്റെ പ്രത്യേക നിർദ്ദേശങ്ങളാണോ? സ്വന്തം പാർട്ടിയിലെ സംസ്ഥാന നേതാക്കളെ പോലും ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്നു. DMKയുടെ തണലിലല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസ് എന്ന പാർട്ടി വെറും വട്ടപൂജ്യമാണെന്ന് സ്റ്റാലിൻ നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് അവരെ വെറും കയ്യേറ്റക്കാരായി DMK കാണുന്നത്. സ്റ്റാലിന്റെ നീക്കം വളരെ വ്യക്തമാണ്. സഖ്യകക്ഷികളെ ഒപ്പം നിർത്തണം, പക്ഷേ അവർക്ക് അമിത പ്രാധാന്യം നൽകി സ്വന്തം അടിത്തറ ഇളക്കരുത്. മുസ്ലിം ലീഗിനോട് പോലും സീറ്റ് കുറയ്ക്കണമെന്ന് പറയാൻ സ്റ്റാലിൻ ധൈര്യം കാണിച്ചു. പിന്നെയാണോ ഈ അയൽ സംസ്ഥാന പാർട്ടിയായ കോൺഗ്രസ് 2021-ൽ 25 സീറ്റ് നൽകിയത് തന്നെ ദാനമാണെന്ന മട്ടിലാണ് DMK അണികളുടെ സംസാരം. ഇത്തവണ അത് 27-ൽ ഒതുക്കാനാണ് സ്റ്റാലിന്റെ പ്ലാൻ. 30 സീറ്റ് എന്ന കോൺഗ്രസിന്റെ മോഹം വെറും പകൽക്കിനാവായി അവശേഷിക്കുകയാണ്. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലും സ്റ്റാലിൻ മൗനം പാലിക്കുന്നു. ഈ മൗനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ്. തമിഴ്നാട്ടിലെ ഈ തർക്കം കേവലം ഒരു സംസ്ഥാനത്തെ പ്രശ്നമല്ല, ഇത് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്നു. ബംഗാളിൽ മമതയും പഞ്ചാബിൽ കെജ്രിവാളും കോൺഗ്രസിനെ തടഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ സ്റ്റാലിനും കോൺഗ്രസിനെ ഒരു ജൂനിയർ പാർട്ടി മാത്രമായി ഒതുക്കുന്നു. സ്വന്തം അണികൾക്ക് പോലും ആവേശം നൽകാൻ കഴിയാത്തൊരു നേതൃത്വം എങ്ങനെയാണ് വരാനിരിക്കുന്ന വലിയ പോരാട്ടത്തെ നയിക്കുക? ഒരാഴ്ചയ്ക്കുള്ളിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് KC വേണുഗോപാൽ പറയുന്നത്. പക്ഷേ ആ തീരുമാനം സ്റ്റാലിൻ്റെത് മാത്രമായിരിക്കും. കോൺഗ്രസ് ഹൈക്കമാൻഡ് അയച്ച ആ മുദ്രവെച്ച കവറിന് സ്റ്റാലിൻ എന്തായാലും യാതൊരു വിലയും നൽകില്ല എന്ന ഉറപ്പുമാണ്.